നല്ല കപ്പയും മീൻ കറിയും ഒരു 2 ഉരുള ഉണ്ടാക്കാൻ പറ്റുമോ? ചിക്കനും ബീഫാ പറ്റുമോ? ഇതൊക്കെ ഹെൽത്തിയാണ്, ശരിക്കും ഇത് പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം കപ്പപ്പുഴുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ഇതിൻ്റെ ഉള്ളിൽ 2 ഐറ്റംസ് ആണുള്ളത്. ഇതിലാണ് കപ്പപ്പുഴുക്ക്. ഇത് അവരുടെ പരസ്യം. കപ്പയും മീൻ കറിയും കൂടെ ഒന്ന് പിടിച്ചു നോക്കാം. ഇതിന്റെ ടേസ്റ്റാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണം. നമ്മൾ പല യൂട്യൂബേഴ്സും ചെയ്ത് കണ്ടിട്ടുണ്ട് ഈ സംഭവം. പക്ഷേ അവരെല്ലാവരും പറഞ്ഞാൽ അടിപൊളിയാണെന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു 2-3 ഐറ്റം മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് അത്ര അടിപൊളിയായി തോന്നിയുമില്ല. അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് ചെയ്യാൻ വഴിയെ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് അതിൽ മുക്കിയിടുക, അത് കഴിഞ്ഞ് എടുക്കുക, പൊട്ടിക്കുക, പ്ലേറ്റിലോട്ട് ഇടുക, കഴിക്കുക. അത്രേ ഉള്ള പരിപാടി. ഇത് ബീഫ് കറി. ബീഫ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൽ ബീഫ് കറി, പിന്നെ വേറെ കുറച്ച് പേപ്പർ, ചിക്കൻ പെപ്പർ ഫ്രൈ. ഇതിനുള്ളിൽ പേപ്പറില്ല. ഇതിന് റേറ്റ് വരുന്നത് 350 ആണ്. ചിക്കന് 350. ഇത് 3/12/2024 ടു 2/6/2026. ലൈക്ക് 1.5 കൊല്ലമാണ് ഇതിൻ്റെ എക്സ്പയറി. 1.5 കൊല്ലം ചിക്കൻ ഫ്രൈയുടെ എക്സ്പയറി. എല്ലാം അതുപോലെ തന്നെ, എല്ലാം 1.5 കൊല്ലമാണ് എക്സ്പയറി വരുന്നത്. ചിക്കൻ ഫ്രൈയും ബീഫ് കറിയുടെ ഒപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ്. ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഡബിൾ ഹോൾസിൻ്റെയാണ്. ഇതെങ്ങനെ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 2 മിനിറ്റ് ചൂടുവെള്ളത്തിലിടാം. അത് കഴിയുമ്പോൾ ഇത് റെഡി ആവുന്നതാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് കോരി എടുക്കുക, വെള്ളം പോയി കഴിയുമ്പോൾ കഴിക്കാം. ഇതിന് 79 രൂപയാണ് വില. എത്ര 14 പീസ് ഉണ്ടാവും, 79 രൂപ. കൊള്ളാം അല്ലേ? ഇതിനൊരു കൊല്ലം എക്സ്പയറി. ഇത് കൊള്ളാം, റേറ്റ് കുഴപ്പമില്ല. ഇതിനൊക്കെ റേറ്റ് ഉണ്ട്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കാരണം 350 രൂപ ചിക്കൻ പെപ്പർ ഫ്രൈ. ആകെ 200 ഗ്രാമുള്ളൂ. ഇത് 250 ഗ്രാം കപ്പപ്പുഴുക്ക്, അതിന് 125. ബഫല്ലോ മീറ്റ് 200 ഗ്രാമിന് 290. ഫിഷ് കറി 200 ഗ്രാമിന് 180. ചിക്കൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചിക്കൻ 350 രൂപ. അതിനുള്ളത് ഉണ്ടോയെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. പെപ്പർ ചിക്കൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മളിതിൽ കുറച്ച് ഇട്ടുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ബീഫ്, ഇടിയപ്പം, ബീഫ്, പെപ്പർ ചിക്കൻ. നല്ല സോഫ്റ്റ് ഉണ്ട് സാധനം. നല്ല എരിവുണ്ട്, അടിപൊളി സാധനം. ഇടിയപ്പം, ബീഫ്. പെപ്പർ ചിക്കനാണ് എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട. നൈസായിരുന്നു. നമ്മുടെ ഇവിടെ കിട്ടുന്ന പെപ്പർ ചിക്കനൊക്കെ പോലെ തന്നെ. അത് കഴിഞ്ഞ് ബീഫും ഇടിയപ്പവും. ബീഫിൻ്റെ ഫ്ലേവറും അത്ര സെറ്റപ്പല്ല, പക്ഷേ കൊള്ളാം, നല്ല സോഫ്റ്റ് സാധനം. ഈ ഐറ്റം നൈസായിരുന്നു. നമ്മുടെ ഷാപ്പിലേക്ക് കിട്ടുന്ന പോലെ തന്നെ നല്ല എരിവുള്ള മീൻകറി, കപ്പയും. ഇത് ശരിക്കും ഞാൻ സർപ്രൈസ് ആയി. കാരണം ഞാൻ കുറച്ചാളുമ്പോൾ ഇവരുടെ ചിക്കൻ ബിരിയാണിയും ഡക്ക് കറിയൊക്കെ മേടിച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കഴിച്ച ഐറ്റത്തിൻ്റെ മാത്രമാണോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു മെച്ചപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടി ബിരിയാണി ഞാൻ ഒന്നുകൂടി മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കഴിച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അന്നത്തെ പോലെ തന്നെയാണ് തോന്നുന്നത്. അന്നത്തെ സെയിം. ബിരിയാണി അങ്ങനെ ട്രൈ ചെയ്യണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ബിലോ ആവറേജ് കൊടുക്കാം. പക്ഷേ കപ്പയും മീൻ കറി കിട്ടില്ലേനാണ്. അത് മേടിച്ച് ട്രൈ ചെയ്തു. പെപ്പർ ചിക്കനും കിട്ടില്ലേനാണ്, അത് ട്രൈ ചെയ്യാം. ബീഫും കുഴപ്പമില്ല. പക്ഷേ ഇത് മേടിക്കണ്ട, ഇത് പോരാ. ഇത് അവർ വേറെ എന്തോ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കാണെന്ന് തോന്നണം. അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് കിട്ടണം. ഇത് ഹെൽത്തിനൊരു സീനുമില്ല. ജാപ്പനീസ് ടെക്നോളജിയാണ്, റേറ്റ് ഔട്ട് പാക്കേജിങ് ടെക്നോളജി എന്ന് പറയും. അത് വെച്ചിട്ട് ഇതിനെ നല്ല ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത്, നല്ല പ്രഷറിൽ ഹീറ്റ് ചെയ്ത് നല്ലോണം സീൽ ചെയ്തെടുക്കണ പ്രോസസ്സാണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് നോർത്ത് പറവൂരുള്ള മൂലൻസിൽ നിന്നാണ്. അവിടെ പക്ഷെ അധികം കളക്ഷൻസ് ഒന്നുമില്ല. വൈമാളിലും ലുലുമാളിലൊക്കെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടാവും. അതെല്ലാം തന്നെ ഓൺലൈനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റവും കിട്ടും. ഇതിനെപ്പോഴും ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മേടിക്കാൻ. ഓൺലൈൻ മേടിക്കുമ്പോൾ ഡെലിവറി ചാർജ് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ 25% ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾക്ക്.